Verma is big zero. नॉर्मल है सर। लैब रिजल्ट्स कैसे है? पेशेंट इज एडिक्टेड टू अब्यूज ऑफ ड्रग्स। अभी तक कुछ नहीं है, लेकिन पेशेंट इज मेंटली वीक। अच्छा सर, ഓക്കെ. വാര്യരെ, ശരീരത്തിനേക്കാൾ കൂടുതൽ മനസ്സിനാണ് താളം തെറ്റിയിരിക്കുന്നത്. എന്തായാലും കുഴപ്പമുണ്ടോ സർ? ഭാഗ്യം കൊണ്ട് തലച്ചോറിനെ ബാധിച്ചിട്ടില്ല. അറിഞ്ഞിടത്തോളം അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വാര്യരെ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അവന്റെ ജീവിതം നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ്. ഞാൻ നോക്കിക്കോളാം സർ. എത്രയും പെട്ടെന്ന് അവനെ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചോളൂ. നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് നാട്ടിൽ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അതാണ് നല്ലത്. നാളെ തന്നെ ഞാൻ ഡിസ്ചാർജ് ചെയ്തേക്കാം. താങ്ക് യു, താങ്ക് യു. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ എന്താ നല്ല വിശപ്പ്. എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. നിനക്കെന്താ വേണ്ട? എനിക്കൊന്നും വേണ്ട. ഹലോ ഭയ്യ, ഇതൊരു പ്ലേറ്റിംഗ് എടുക്ക്. എഗ് പ്ലേറ്റ് ചെയ്തോ. രവി കഴിക്കുന്നില്ല. ഇത് കഴിക്കും. വേണ്ട. കഴിക്കടാ. നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ഇനി ഇവിടെ നിന്ന് നിർത്താൻ പറ്റില്ല. ഞാൻ നിന്നെ കൊണ്ടേ പോകൂ. ഞാൻ വരുന്നില്ല. രവി, നീ ഞാൻ പറയുന്നത് കേക്ക്. നീ എന്റെ കൂടെ വാ. നിന്നെ കൊണ്ടേ ഞാൻ പോവും. ഞാൻ വരുന്നില്ല. വാ. എനിക്കാരെയും കാണണ്ട.
വാര്യർ സാറേ, അവൻ സമ്മതിച്ചോ? ടീച്ചറിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ അവനെ സമ്മതിപ്പിച്ചത്. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഒരു മുറിവുണങ്ങാൻ അതിൻ്റെതായ സമയമുണ്ട്. അതൊക്കെ ശരി തന്നെ. ഒരു പെണ്ണിന്റെ മുറിവ് മറ്റൊരു പെണ്ണിനെ മാറ്റാനാവും. വാര്യർ സാറേ, ഈ ബന്ധത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇട്ടുമൂടത്തക്ക സ്വത്ത്, IT കമ്പനിയിൽ ഉയർന്ന ശമ്പളം, അതിസുന്ദരി, ആര് കണ്ടാലും ഒന്ന് മോഹിക്കും. എല്ലാം ശരി തന്നെ. വിവാഹം കഴിക്കാൻ രവിക്ക് സമ്മതവുമാണ്. ആദ്യം അവർ പരസ്പരം ഒന്ന് കാണട്ടെ, ബാക്കിയൊക്കെ അതിനുശേഷം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇതുവരെയുള്ള കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. രവി നാട്ടിൽ തിരിച്ചെത്തിയതോടെ സുമതി അമ്മ എൻ്റെ വിലക്കും നീക്കി. കാരണമുണ്ടേ, പെണ്ണ് കാണാൻ കൊണ്ടുപോകാൻ ഒരാള് വേണ്ടേ? മോനെ, ദാ വാര്യർ സാറിനോട് ഇന്ന് ചെല്ലാന്നല്ലേ പറഞ്ഞത്? ചെല്ല്, മടിച്ചിരിക്കാതെ പോയി ഷേവൊക്കെ ചെയ്ത് മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ട് വാ. ചെല്ല്, എണീക്ക്. പെണ്ണ് കാണലെന്ന പ്രതിഭാസത്തെപ്പറ്റി വലിയ പ്രതീക്ഷയിലായിരുന്നു ഞാൻ. പക്ഷേ ഇങ്ങനെ പെടുവെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒന്നൊന്നര കേണലാണ്. ശത്രുക്കളെ വെടിവെച്ചു കൊല്ലുമ്പോഴുള്ള രാജ്യസ്നേഹത്താലുള്ള ഒരു ആവേശം, വിമാനവേദ തോക്കുകൾ, റഡാറുകൾ, അന്തർവാഹിനികൾ, എന്തിനെ കുറിച്ചായാലും എനിക്ക് നല്ലതുപോലെ അറിയാം. യുദ്ധമുഖങ്ങളിൽ അങ്ങനെ എന്തെല്ലാം അതൊന്ന് വേറെ തന്നെയാണ്. അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവൂ. മരിച്ചാലും ജീവിച്ചാലും ഇതേപോലെ റെസ്പെക്ട് കിട്ടുന്ന, ആനുകൂല്യങ്ങൾ കിട്ടുന്ന മറ്റെന്ത് ജോലിയുണ്ട്? ഈ ഞാൻ പറയുന്ന കേട്ടിട്ട് മോന് പട്ടാളത്തിൽ ചേരാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടല്ലേ? തോന്നുന്നുണ്ടെങ്കിലേ. മോനെ രവി, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആർമി ലൈഫ് ഈസ് ഡിഫറെന്റ്. അച്ഛാ, ഇവര് മിലിറ്ററി ചേരാൻ വന്നതോ എന്നെ പെണ്ണ് കാണാൻ വന്നതോ? ഞാൻ ആ കാര്യം മറന്നുപോയി. അയ്യോ, മോള് വാ. ജോർജേ, വരൂ. ആഹാ, ആരും ഇതുവരൊന്നും കഴിച്ചില്ലേ? വാ ജോർജേ, നമുക്ക് അകത്തിരുന്ന് കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. രവിയേ, നിന്റെ സമയം കൊള്ളാടാ. ഇതിനേക്കാൾ നല്ലത് ഞാൻ കുർബാനയ്ക്ക് അച്ഛൻ ബോറടിപ്പിച്ചല്ലേ? ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ അച്ഛൻ എങ്ങനാ മിലിറ്ററിയിലെ കാര്യം പറഞ്ഞാ പിന്നെ നിർത്തത്തില്ല. ചാന്ദിനി ജോലിക്ക് ചേർന്നിട്ട് എത്ര നാളായി? അടുത്ത മാസം 1 വർഷം തികയും. ഓക്കെ. ഇപ്പോഴും കവിതയൊക്കെ എഴുതാറുണ്ടോ? ഫാന്റസി വിട്ട് യാഥാർത്ഥ്യത്തിലേക്കുള്ള മുന്നോടിയാണോ വിവാഹം കഴിക്കാനുള്ള തീരുമാനം? ശരിയാ, നമുക്കൊന്ന് അങ്ങോട്ട് നിന്നാലോ? ഇവിടൊക്കെ ഇഷ്ടപ്പെട്ടോ? കലാകാരന്മാരൊക്കെ പ്രകൃതി സ്നേഹികളാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അതിസുന്ദരമായ ഈ പ്രകൃതിയെയും തന്നെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വല്ലതും പഴിഞ്ഞളിയാ പോടാ, പാതിപ്പിക്കാൻ നിൽക്കുന്നു. അമ്മ ഇതാ പൈസ. ഇതെന്തിനാടാ എനിക്ക്? നീ വെച്ചോ, വെച്ചോ, വെച്ചോ. എനിക്ക് വേണ്ട, വച്ചോ. ആ മക്കളെ, എല്ലാരും ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഇനി പഴയതുപോലെ ഒന്നും അല്ല. നിങ്ങൾ കറക്കമൊക്കെ കുറച്ച് കുറയ്ക്കണം. ശരി അമ്മേ. രവിയെ ഇനി ഇങ്ങനെ ശല്യപ്പെടുത്താൻ പറ്റത്തില്ല. ഇല്ല അമ്മേ, ഞങ്ങൾ ഇനി വരുന്നേ ഇല്ല. ഇനി ഈ ഭാഗത്തോട്ടേ വരും. ഇനി പഴയതുപോലെ ഒന്നും പറ്റില്ല മക്കളെ. പോട്ടെ അമ്മേ. പോയിട്ട് വാ മക്കളെ. ആ പൊട്ടൻ ജോർജ് രക്ഷപ്പെട്ടു. എല്ലാ കുഴപ്പവും അവനാ ഉണ്ടാക്കുന്നത്. കുറ്റം മൊത്തം നമുക്കും. അവൻ എന്തിയാടാ കോശി? ആരോടാ ചോദിക്കുന്നത്? അതെങ്ങനെയാ?